എല്ലാവർക്കും രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. ഇതൊരു ഗോവൻ സ്റ്റൈൽ ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ കഫ്രേൽ എന്നൊക്കെയാണ് ഇതിന്റെ പേര് വരുന്നത്. ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. വീട്ടിലുള്ളവർക്കും എൻ്റെ ഓഫീസിലാണെങ്കിലും കൊളീഗ്സിനൊക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർക്കും ഇതിന്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ നോക്കാം. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസും ഇതിന്റെ മെത്തേഡ് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൽ വലിയ പീസസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. ചെറിയ പീസസ് ആണെങ്കിൽ വരയേണ്ട ആവശ്യമില്ല, വലുത് മാത്രം. ഇപ്പം ഞാൻ കാലൊക്കെ ആയതുകൊണ്ട് കാലൊക്കൊന്ന് ഒരു 2-3 വരയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെറിയ പീസാണ്, വരയേണ്ട ആവശ്യമില്ല. ഇതിലൊന്ന് വരഞ്ഞു കൊടുത്തേക്കാം. കുറച്ച് മാംസം കൂടുതലുള്ളതുകൊണ്ട് ഒരു വരഞ്ഞു ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയാണ് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത്. അതിൻ്റെ തണ്ട് ഉൾപ്പെടെ നമുക്ക് എടുക്കാം. ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത ശേഷം ഇത് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ പീസായിട്ട് ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. മിക്സിയിലിട്ട് അരക്കാനുള്ളതുകൊണ്ട് അപ്പോൾ എളുപ്പത്തിന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഗ്രാമ്പു ഒരു 3-4 മതി, പട്ട 2-3 പീസ് ചെറുത്. പിന്നെ വേണ്ടത് ബേ ലീഫാണ്, ഒരു ചെറിയ ബേ ലീഫ്. നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചെറുജീരകം 1 ടീസ്പൂണോളം. പിന്നെ കുരുമുളക് അതും ഒരു ടീസ്പൂൺ, 1-1.5 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിമം ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ എരിവിനായിട്ട് കുരുമുളകും പച്ചമുളകും അല്ല വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് പച്ചമുളകാണ് നമ്മൾ ഇതിലായിട്ട് ഇടുന്നത്. ഒരു മസാലപ്പൊടികൾ നമ്മളിതിൽ വേറെ ചേർക്കുന്നില്ല. ഇനി ചെറുനാരങ്ങയുടെ നീര്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടാൽ മതി. ഇനി നല്ലത് പേസ്റ്റായിട്ട് വേണം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല. ഈ ലെമണിൻ്റെ ജ്യൂസ് മാത്രമല്ലാതെ വേറെ വെള്ളമായിട്ട് നമ്മളൊന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ നല്ല പേസ്റ്റാക്കി നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസിലേക്ക് ഈ അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം മിക്സിയുടെ മൂടിൽ നിന്നും എല്ലാം നമുക്ക് അതിൽ നിന്ന് ഫുള്ളായിട്ട് എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു ഗ്രീൻ ചിക്കൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് കുറച്ചും കൂടെ വെറൈറ്റിയാണിത്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഫുൾ നമുക്കിനി കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിപ്പിച്ച് കൊടുക്കണം. ഇത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് എത്ര വെക്കാൻ പറ്റും മാക്സിമം അത്രയും വെക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വയ്ക്കണമെങ്കിൽ കൂടുതൽ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ മസാല തേച്ചത് നമുക്കിതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കി വരുന്ന മസാലക്കൂട്ട് കളയരുത്, അത് ആവശ്യമുണ്ട് നമുക്ക്. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വീതം 2 സൈഡ് നമുക്കൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി. അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ട് ഇത്രയും മതി, കൂടുതൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ എല്ലാ പീസസും നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ ബാക്കി സൈഡ് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത്യാവശ്യം
എല്ലാ സൈഡുകളും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രൈ ആവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ പീസ് എല്ലാം അത്യാവശ്യം എല്ലാ സൈഡും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല അരപ്പ് കളയായിരുന്നു. അപ്പോൾ ആ മിക്സിയിൽ അരച്ച അരപ്പിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് ബാലൻസ് ഉള്ള അരപ്പിലേക്ക് ആ വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് വെള്ളം മിക്സ് ചെയ്തത് ഈ ചിക്കൻ ഫ്രൈ ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വേണ്ട, നമ്മൾ ചിക്കൻ അനുസരിച്ച്. ഇനി ഈ വെള്ളത്തിൽ ഈ ഗ്രേവിയിൽ വേണം ചിക്കൻ ബാലൻസ് ഫ്രൈ ആവാനും കുക്കായി കിട്ടാനും. അപ്പോൾ ഇനി ഈ ഗ്രേവി തന്നെ കിടന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റോളം നമുക്ക് ചിക്കൻ ഒന്ന് വറ്റിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് വരെയും വേണം. അപ്പോൾ എടുക്കുന്ന നമ്മൾ ഇതേപോലെ ഒന്ന് മറിച്ച് തിരിച്ചൊക്കെ കൊടുത്ത് ചിക്കനിലേക്ക് മസാല പിടിക്കുന്നവരെ നമുക്ക് ചെയ്യണം. ഇപ്പോൾ ചിക്കനിലെല്ലാം മസാല എല്ലാം നന്നായിട്ട് പുരട്ടി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് എല്ലാം മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗ്രീൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ചില ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് ആ ഫ്ലേവർ. പക്ഷേ ഇത് നിങ്ങൾ ട്രൈ ചെയ്തോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എല്ലാ പീസസും നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള ഹോളെല്ലാം ഈ സ്മെല്ലുകൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ സ്മെല്ല് കാരണം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയും വളരെ ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ കഫ്രൽ, അത് ഗോവാൻ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോ. ഞങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കിയിട്ടാണ് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.